കാറ്റിലും മഴയിലും ആലപ്പുഴയിൽ വ്യാപക നാശനഷ്ടം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 30-ലധികം വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകളും വ്യാപകമായി ഒടിഞ്ഞു. ഇന്നലെ മരം കടപുഴകി വീണ് അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ യാത്രക്കാരായ ദമ്പതികൾ ചികിത്സയിൽ തുടരുകയാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഘു, വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതെ മാധു, കാരണം ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം വ്യാപകമായ രീതിയിൽ മഴയും അതിശക്തമായ കാറ്റുമാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലയിൽ ചെങ്ങന്നൂർ, മാവേലിക്കര, കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായത്. മഴയ്ക്കൊപ്പം തന്നെ ഈ കാറ്റ് വലിയ രീതിയിൽ വട്ടം ചുറ്റി അടിക്കുന്ന രീതിയിലുള്ളൊരു കാറ്റാണ്. അതുകൊണ്ട് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീടിന് ഏകദേശം 30-ലധികം വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അല്പം തെളിഞ്ഞ കാലാവസ്ഥയാണ്, പക്ഷേ എപ്പോൾ വേണമെങ്കിലും കാലാവസ്ഥ മാറാം. പെട്ടെന്ന് മഴയും കാറ്റുകൂടെ വന്ന് അങ്ങനെ പെയ്തു പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കണ്ടുവരുന്നത്. പൊതുവെ സംസ്ഥാനത്ത് തന്നെ അങ്ങനെ മഴയുടെയൊക്കെ ഒരു സ്വഭാവം മാറി വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഈ വെള്ളക്കെട്ട് മൂലമുള്ള പ്രശ്നങ്ങൾ നിലവിലില്ല. കാരണം കിഴക്കൻ വെള്ളം വന്നാലാണ് കുട്ടനാട് ആലപ്പുഴ മേഖലയെ മുക്കുക. അതുകൊണ്ട് കിഴക്കൻ വെള്ളത്തിൻ്റെ ശക്തി കുറവാണെന്ന് മാത്രവുമല്ല, തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിട്ടതുകൊണ്ട് കിഴക്കൻ വെള്ളം വന്നാൽ വേഗത്തിൽ അറബിക്കടലിലേക്ക് പോകുന്നുമുണ്ട്. പക്ഷേ വലിയ ആശങ്കയുണ്ട്. ഈ മഴയും കാറ്റുമാണ് നിലവിൽ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്നത്.